നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. മൂന്നാം തവണയും ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ BJP നേതാവ് പ്രഹ്ലാദ് ജോഷി. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാജ്നാഥ് സിംഗാണ് മോദിയെ NDAയുടെ നേതാവായി യോഗത്തിൽ നിർദ്ദേശിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 6-നായിരിക്കും സത്യപ്രതിജ്ഞ. BJPയുടെയും NDAയുടെയും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ അംഗങ്ങളുടെ യോഗം പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ നടക്കും. ഇന്ത്യക്ക് സഖ്യകക്ഷികളുമായി ഉള്ളത് ഉലയാത്ത ബന്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. NDA എന്നും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നും തെരഞ്ഞെടുപ്പ് സഖ്യത്തിൻ്റെ ജയമാണെന്നും രാജ്യത്തിൻ്റെ അന്തസ്സത്തെയാണ് സഖ്യം ഉയർത്തിപ്പിടിക്കുന്നതെന്നും മോദി പറഞ്ഞു. ഐക്യകണ്ഠേന നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ താൻ ഏറെ ഭാഗ്യവാനാണെന്നും രാജ്യം ഭരിക്കാൻ സമവായം ആവശ്യമാണെന്നും യോഗത്തിൽ സംസാരിക്കവേ മോദി പറഞ്ഞു. മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന ഞായറാഴ്ച കേരളത്തിൽ നിന്നുള്ള ആദ്യ BJP ലോക്സഭാ MP ആയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കും. കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും നിർദ്ദേശം ലഭിച്ചെന്ന് സൂചന. കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചാൽ ഭാരിച്ച ചുമതലയാകുമെന്നും 10 വകുപ്പുകളുടെയെങ്കിലും ഏകോപന ചുമതലയുള്ള MP ആകുന്നതാണ് കൂടുതൽ താല്പര്യമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനിടയിലാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുമെന്ന തീരുമാനം പുറത്തു വരുന്നത്. ഭരിക്കുന്നത് UDF ആയാലും LDF ആയാലും BJP പ്രവർത്തകർ കേരളത്തിൽ നേരിട്ടത് വലിയ ക്രൂരതകളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജമ്മു കാശ്മീരിൽ പോലും ഇത്രയും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ കേരളത്തിൽ നിന്ന് ഒരു MPയെ ഇത്തവണ നമുക്ക് കിട്ടിയെന്നും വിജയസാധ്യത ഉണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹം കഠിന പരിശ്രമത്തിലൂടെ ഇന്ന് പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ BJP MP ആണെന്നും സുരേഷ് ഗോപിയുടെ പേര് പരാമർശിക്കാതെ അദ്ദേഹം പറഞ്ഞു. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം. കീർത്തി കേസിൽ ബാംഗ്ലൂരിലെ പ്രത്യേക കോടതി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യം അനുവദിച്ചു. കേസ് ജൂലൈ 30-ന് കോടതി വീണ്ടും പരിഗണിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ കർണാടകയിലെ ബസവരാജ് ബൊമ്മയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിന് 40% കമ്മീഷൻ സർക്കാർ എന്ന് വിമർശിച്ചതിനാണ് രാഹുലിനെതിരെ കേസെടുത്തത്. ഭരണഘടനയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവനാണ് താനെന്നും അംബേദ്കറിൻ്റെയും ഭരണഘടനയും ഉള്ളതുകൊണ്ടാണ് പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വന്ന പാവപ്പെട്ട കുടുംബാംഗമായ തനിക്ക് രാജ്യത്തെ സേവിക്കാനായതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇന്നലെ NDA യോഗത്തിന് എത്തിയപ്പോൾ ഭരണഘടന തൊഴുന്ന ചിത്രവും മോദി Xൽ പങ്കുവച്ചു. BJPയുടെ നേതൃത്വത്തിലുള്ള NDA പാർലമെന്ററി പാർട്ടി നേതാവായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തതിനു പിന്നാലെ മോദി രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് സർക്കാർ ഉണ്ടാക്കുന്നതിന് അവകാശവാദം ഉന്നയിച്ച് കത്ത് നൽകി. രാഷ്ട്രപതിയെ കണ്ട ശേഷം മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി പുതിയ കാലഘട്ടത്തിലേക്കാണ് രാജ്യം പ്രവേശിക്കുന്നതെന്നും അമൃത് കാലത്തെ ആദ്യ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയതെന്നും പറഞ്ഞു. NDA സർക്കാരിന് മൂന്നാം തവണയും ജനങ്ങളെ സേവിക്കാൻ അവസരം നൽകിയ ജനത്തിന് നന്ദി പറഞ്ഞ മോദി ഇനിയുള്ള 5 വർഷവും അതേ ലക്ഷ്യത്തോടെ സമർപ്പണത്തോടെ രാജ്യത്തെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകുന്നുവെന്നും പറഞ്ഞു. BJPയുടെ നേതൃത്വത്തിലുള്ള NDA പാർലമെന്ററി പാർട്ടി നേതാവായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തതിനു പിന്നാലെ സർക്കാർ രൂപവൽക്കരിക്കാൻ ക്ഷണിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മോദി രാഷ്ട്രപതി ഭവനിലെത്തി ദ്രൗപദി മുർമുവിനെ കണ്ട് സർക്കാർ ഉണ്ടാക്കുന്നതിന് അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മോദിയെ സർക്കാർ രൂപവൽക്കരണത്തിന് രാഷ്ട്രപതി ക്ഷണിച്ചത്. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച രാത്രി 7:15 രാഷ്ട്രപതി ഭവനിൽ നടക്കും. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 900 വാഗ്ദാനങ്ങൾ സർക്കാർ നടപ്പിലാക്കിയെന്നാണ് 300 പേജുള്ള റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നത്. തൊഴിൽ നൽകാൻ സ്വീകരിച്ച നടപടികൾ, കൂടുതൽ IT കമ്പനികളിലെ കേരളത്തിലേക്ക് എത്തിക്കാൻ സ്വീകരിച്ച നടപടികൾ, വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കാൻ എടുത്ത ശ്രമങ്ങൾ എന്നിവ എണ്ണി റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. ാണ് സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കയറ്റിയത് എന്നാണ് ഒരു പുരോഹിതൻ പറയുന്നതെന്നും പുരോഹിതരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുമുന്നണി തോൽവിയിൽ CPMനെ ശക്തമായി വിമർശിച്ച യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുർലോസ് മറുപടി നൽകിയായിരുന്നു മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണം പലതും ചെയ്യാനായില്ല. മഴക്കാല പൂർവ്വ ശുചീകരണ യോഗം പോലും നടത്താനായില്ല. ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടുത്തെ സർക്കാരിന് പ്രവർത്തിക്കാനാകണം. അത്തരം പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ജനം സർക്കാരിനൊപ്പവും സർക്കാർ ജനത്തിനൊപ്പവുമാണെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. സർക്കാർ ഖജനാവിനെ മുടിപ്പിക്കാനുള്ള മറ്റൊരു ദൂർത്ത് മാത്രമാണ് ഇപ്പോൾ പുറത്തിറക്കിയ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടെന്ന് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും
മന്ത്രിമാരും എല്ലാം അഴിമതിയുടെ നിഴലിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കാനുള്ള തൊലിക്കട്ടി അപാരമാണെന്നും KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞു. ജനം അറിയാൻ ആഗ്രഹിച്ച മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതിയിലുണ്ടായ വർധനവിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിലായിരുന്നു എന്നും LDF സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ജനം വിലയിരുത്തിയതിൻ്റെ ഫലമാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ജനവിധിയിലൂടെ പുറത്തു വന്നതെന്നും സുധാകരൻ പറഞ്ഞു. ബട്ട് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഒരാൾ മരിച്ചു. ഇന്നലെ ഉച്ചക്കായിരുന്നു അപകടം. മരിച്ച ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കാർ നിർത്തിയ ഉടനെ ഡ്രൈവർമാർക്ക് പുറത്തിറങ്ങാൻ നാട്ടുകാർ ഡോർ തുറന്നു കൊടുത്തെങ്കിൽ സീറ്റ് ബെൽറ്റിൽ കുടുങ്ങുകയായിരുന്നു. ഉടൻ തന്നെ ഉഗ്രശബ്ദത്തോടെ കാർ പൊട്ടിത്തെറിച്ചുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. പിണറായി വിജയന്റെ ദാർഷ്ട്യം മുതൽ SFIയുടെ അക്രമം വരെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായെന്ന് CPM-നെ വിമർശിച്ചും ലീഗിനെ പുകഴ്ത്തിയും EK വിഭാഗം സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതം ഇടത് അനുകൂല നിലപാട് സ്വീകരിച്ചുവെന്ന വിമർശനങ്ങൾക്കിടയിലാണ് മുഖപ്രസംഗം വന്നിരിക്കുന്നത്. ഓരോ ജനവിധിയും ഉയരത്തിലേക്കുള്ള കോണിപ്പടിയാകുന്നത് ലീഗിൻ്റെ മാത്രം സവിശേഷത എന്നും സുപ്രഭാതം മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. ിൽ നിന്ന് നേരിടുന്നത് കടുത്ത അവഗണനയാണെന്ന് RJD നേതാവ് ശ്രേയംസ് കുമാർ പറഞ്ഞു. അറിയിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല. രാജ്യസഭാ സീറ്റുമായാണ് മുന്നണിയിലേക്ക് എത്തിയത്. എന്നാൽ നിലവിൽ രാജ്യസഭാ സീറ്റില്ലാത്ത അവസ്ഥയാണ്. എന്തുകൊണ്ടും രാജ്യസഭാ സീറ്റ് ലഭിക്കാനുള്ള അർഹത RJDക്കുണ്ട്. രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം LDFിൽ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശ്ശൂരിൽ വന്ദേമാതരം എക്സ്പ്രസിന് നേരെ കല്ലേറിൽ 2 കോച്ചുകളുടെ ചില്ല് പൊട്ടിയെന്നാണ് പുറത്തുവരുന്ന വിവരം. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോവുകയായിരുന്ന ട്രെയിനിന് നേരെയാണ് കല്ലേറുണ്ടായത്. രാവിലെ 9:25 സംഭവം. പ്രതി മാനസിക വിഭ്രാന്തിയുള്ള ആളാണെന്ന് RPF അറിയിച്ചു. പത്തനംതിട്ടയിൽ യുവാക്കൾ വടിവാൾ കൊണ്ട് കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായി. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ പോലീസിന്റെ വ്യാപകമായ അന്വേഷണത്തിനൊടുവിൽ വടിവാൾ തടി കൊണ്ട് ഉള്ളതാണെന്ന് കണ്ടെത്തി. സംഭവത്തിൽ കേസെടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് പോലീസ് നിലപാട്. ങ്ങളിൽ രൂപമാറ്റം നടത്തുന്ന ബ്ലോഗർമാർക്കെതിരെ ഹൈക്കോടതി. ബ്ലോഗർമാർ ഭീഷണിപ്പെടുത്തിയാൽ അറിയിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന് കോടതി നിർദ്ദേശം നൽകി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.